170 സെന്റിമീറ്റർ ഉയരം, വെളുത്തുമെലിഞ്ഞ ശരീരം, നെറ്റിക്കുമേൽ വേഗത്തിൽ ശ്രദ്ധയിൽപ്പെടുമാറ ഓപ്പറേഷൻ ചെയ്തതിന്റെ പാടുകൾ. കാണാതാകുമ്പോൾ വെള്ളയിൽ ചെക്കുള്ള ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു വേഷം. ഐരവൺ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തോട് ചേർന്നുള്ള ഈ വീട്ടിൽ നിന്നും മെയ് 16 തീയതി രാവിലെയാണ് KS മത്തായി ആശുപത്രിയിലേക്ക് പോയത്. പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി അവിടെ ചികിത്സയിലുണ്ടായിരുന്ന പിതാവിനെയും കൂട്ടിരിക്കുന്ന സഹോദരനെയും നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അത് പോലീസ് അന്വേഷണത്തിലും വ്യക്തമാണ്. ആശുപത്രിയിലെത്തിയ മത്തായി ആദ്യം അവിടെ ചികിത്സയിലുള്ള പിതാവിനെ കണ്ടു. ശേഷം മരുന്ന് വാങ്ങാനായി പോയി. മടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി പിതാവ് പ്രവേശിക്കപ്പെട്ട മുറിയിലെത്തി യാത്ര പറഞ്ഞിറങ്ങി. വലിയ ഓർമ്മക്കേടൊന്നും ഇല്ലായിരുന്നു, ബോധം ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോയത്. തന്നെയല്ല പോന്നേ, ഞാനും കൂടെ പോകും. അന്ന് എനിക്ക് വയ്യായിരുന്നു, പനിയായിരുന്നു, തീരെ കിടപ്പായിരുന്നു, വയ്യായിരുന്നു. വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ വയ്യാതിരുന്നേലും ഞങ്ങൾ രണ്ടും കൂടെ പോകാറുള്ളൂ. എവിടെ പോയാലും ഞങ്ങൾ രണ്ടും താൻ കൂടെ പോകും. ചുട്ടിപ്പാറ ആ ഭാഗത്ത് എന്നൊന്ന് ഒരു മുസ്ലിം വിളിച്ച് പറഞ്ഞു. അത് 3 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും തിരക്കി. എൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നു. മോനും എല്ലാവരും കൂടെ പോയി തിരക്കി. നേരം ഇതുപോലെ ഒരാളിനെ കണ്ടെന്നേ പറഞ്ഞുള്ളൂ, ഇന്നാരാന്നൊന്നും തീർത്ത് പറഞ്ഞില്ല. എവിടേക്ക് പോകുമ്പോഴും മത്തായിയും മേരിക്കുട്ടിയും ഒന്നിച്ചാണ് ഉണ്ടാവുക. എന്നാൽ അന്ന് മേരിക്കുട്ടിക്ക് കടുത്ത പനിയായിരുന്നു. പോകുമ്പോൾ അധിക പണം കൈവശമുണ്ടായിരുന്നില്ല. അക്കൗണ്ടിൽ നിന്നും പണം പിന്നീട് പിൻവലിച്ചിട്ടുമില്ല. മൊബൈൽ ഫോൺ കൊണ്ടു നടക്കുന്ന ശീലം മത്തായിക്ക് മുമ്പേ ഇല്ലായിരുന്നു. മത്തായി ആശുപത്രിയിലെത്തിയ സമയവും അവിടെ നിന്ന് പോയ സമയവുമെല്ലാം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാകുക? ആകെ ആശങ്കയിലാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും. നേരിയ നിലയിൽ ഓർമ്മക്കുറവുണ്ടായിരുന്നു ഈ കാലയളവിലെന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന. ആശുപത്രിയിൽ ചെന്നെന്നുള്ളത് ഉറപ്പാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അനിയൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നു. അനിയനും ഫാദറും അവിടെ അഡ്മിറ്റായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്ന് രാവിലെ കണ്ടിട്ടാണ് ആശുപത്രി മരുന്ന് വാങ്ങിക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് മരുന്ന് വാങ്ങിക്കാൻ പോയി. മരുന്നും വാങ്ങിച്ചിട്ട് അവിടുന്ന് തിരിച്ചൊരു 12 മണി ഒക്കെ ആയതുകൊണ്ട് വീണ്ടും റൂമിൽ വന്ന് നമ്മുടെ അനിയനോട് ചോദിച്ചു, പുള്ളിക്കാരിയെ കാണുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ എൻ്റെ കൂടെ വന്നായിരുന്നു, കാണുന്നില്ലെന്നും പറഞ്ഞ് അവിടെ എല്ലാം അന്വേഷിച്ച് നടന്നു. കണ്ടില്ലെന്നും പറഞ്ഞാണ് ഒന്ന് വിളിക്കാമെന്ന് ചോദിച്ചു. വിളിച്ച ഉടനെ പുള്ളിക്കാർ പറഞ്ഞാൽ എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂടെ പോയില്ല എന്ന് പറഞ്ഞു. കൂടെ പോയിന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതാണ്. പിന്നെ യാതൊരു വിവരവും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. യാത്ര പോയാൽ നേരെ വീട്ടിലെത്തുന്നതായിരുന്നു രീതി. മുൻകൂട്ടി അറിയിക്കാതെ എവിടെയും പോകുമായിരുന്നില്ല. ബന്ധുവീടുകളിലും പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലുമെല്ലാം അന്വേഷിച്ചു. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. മക്കൾ 2 പേരും വിദേശത്താണ്. മത്തായിയെ കാണാതായതിനെ തുടർന്ന് ഒരാൾ നാട്ടിലെത്തി. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്ന് വന്നതോടെ ദിവസങ്ങൾക്ക് മുമ്പ് തിരിച്ചുപോയി. ആശുപത്രിയിൽ നിന്നിറങ്ങിയ മത്തായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല. വൃദ്ധസദനത്തിലും വിശ്വാസികൾ കൂടുതലെത്തുന്ന ആരാധനാലയങ്ങളിലും അന്വേഷിച്ചു വരുന്നുവെന്നും കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്തു വരികയാണെന്നും കോന്നി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.